ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഒരു ദിവസം മാത്രമാണ് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാൻ പറ്റാറുള്ളൂ. അന്നേരം ഒരാഴ്ചത്തേക്കുള്ള സാധനം ആ ദിവസം വാങ്ങിച്ചുകൊണ്ട് വരും. അതാണ് പതിവ്. അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി താഴത്തോട്ട് പോവാണ്. ലിഫ്റ്റ് കയറുമ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് ആ കണ്ണാടിയിലൊന്ന് നോക്കിയിട്ട് സ്വയം ഒന്ന് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എന്തായാലും വീണ്ടും ഞങ്ങൾ നടക്കുന്നു. ഈ ഇതാണ് കേട്ടോ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ വഴി. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണേ എന്നാന്ന് വെച്ചാൽ കാറൊന്നും വെളിയിൽ നിന്ന് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇപ്പോഴും സൂര്യൻ ഇങ്ങനെ ഉദിച്ചേക്കായിരുന്നു. സമയം 7:24 പക്ഷെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരിക്കും. ഒരു 10 മണി വരെയൊക്കെ സൂര്യൻ ഇങ്ങനെ തന്നെ ഇരിക്കും. അതാണ് ഈ സമ്മർ സീസണിൻ്റെ പ്രത്യേകത. വിൻ്റർ സീസൺ ആകുമ്പോഴത്തേനും നേരെ മറിച്ചാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇവിടെ കുറേ ഫ്ലാറ്റ്സ് ഉണ്ട് അടുപ്പിച്ചടുപ്പിച്ച്. എൻ്റെ മുഖത്തേട്ടൊക്കെ വെയിലിങ്ങനെ അടിച്ച് കയറുവാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നത് ഒരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. തന്നെ ഷോപ്പിങ്ങിന് പോകാൻ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ അല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചില സമയങ്ങളിൽ കിച്ചണില്ലെങ്കിൽ ഞാൻ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകും. നാട്ടിൽ വെച്ച് അങ്ങനെയൊന്നും തന്നെ കടയിലൊന്നും പോകുന്ന ഒരു പരിപാടിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയില്ലോ. എന്നാലും കിച്ചനുണ്ടെങ്കിൽ കിച്ചൻ്റെ കൂടെയാണ് പോകുന്നത്. ഇതൊരു ലോഡ്ജാണ്. ഈ ലോഡ്ജിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് കടയിലെത്തും. നേരെ വേറെ ഒരു മെയിൻ റോഡും ഉണ്ട്, അതിൽ കൂടെ പോകുന്നില്ല. ഇങ്ങനെ വെള്ളപ്പൂക്കളൊക്കെ എല്ലാ സ്ഥലത്തും കാണും കേട്ടോ. നല്ല രസമാണ് സമ്മർ സീസൺ ആക്ച്വലി. ഈ റോസാപ്പൂക്കൾ കണ്ടോ, നല്ല രസമില്ലേ? ഇങ്ങനെ പിങ്ക് കളറും വെള്ള കളറും ചുമപ്പ് കളറും അങ്ങനെ പല തരത്തിലുള്ള കളറുകളിൽ ഇങ്ങനെ റോസാപ്പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അതൊരു സമ്മർ സീസണിൻ്റെ ഒരു വേറെ പ്രത്യേകതയാണ്. മിക്ക സ്ഥലങ്ങളും നോക്കിയാൽ നമുക്കിങ്ങനെ റോസാപ്പൂക്കൾ കാണാം. പിന്നെ നമുക്ക് ഈ സമയത്ത് നമ്മുടെ നാട് ഒരുപാട് അങ്ങനെ മിസ് ചെയ്യത്തില്ല. നാടെന്ന് പറഞ്ഞാൽ നാട്ടിലെ ആൾക്കാരെ മിസ് ചെയ്യും, അങ്ങനെയല്ല നമ്മുടെ നാട്. കാരണം എല്ലായിടത്തും ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണാം. ഇങ്ങനെ നടക്കുന്ന വഴിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു പാർക്കുകളുണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കണ്ടു, ഇവിടെയൊക്കെ വന്ന് ഈവനിങ്ങിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. റോഡ് സൈഡിൽ തന്നെയാണ്, പക്ഷേ കുറച്ചൊരു സ്പേസിൽ അവർ കുറച്ച് സീറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കാണ്. ക്രോസ് ചെയ്യാണ്ട് കേട്ടോ ഞങ്ങൾ റോഡ്. കണ്ടോ പുല്ലൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ? ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. സമ്മർ സീസണിലാണ് ഈ സമാധാനം ഉള്ളൂ. ഇപ്പം തന്നെ തീരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വേറെ ഒരു പ്രശ്നം. തന്നെയാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് ആരുടെ ഹെൽപ്പില്ല. ഇച്ചൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കും. അതൊരു രസമാണല്ലോ. പിന്നെ ഞാൻ ഭയങ്കര എല്ലാത്തിനും ഇച്ചനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. തന്നെ ക്രോസ് ചെയ്യാൻ അറിയത്തില്ല, എല്ലാം അങ്ങനെയാണ്. എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ, അയ്യോ ഇച്ച എനിക്ക് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക. അതൊക്കെ എല്ലാ വൈഫുമാരുടെയും ചില നമ്പറുകളാണെന്ന് ഉള്ളതാണ് വേറെ കാര്യം. നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പക്ഷേ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാത്തിനും ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കും. ഇത് ക്രോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇത് അമർത്തണം കേട്ടോ. അപ്പം നമുക്ക് ഗ്രീൻ സൈൻ വരുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. അല്ലാതെ ക്രോസ് ചെയ്താൽ കുറച്ച് സീനാണ്. പക്ഷേ കുറേ നേരം ചിലപ്പോൾ നമുക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ വണ്ടി ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഓടിപ്പോവും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് സേഫ്. അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിൽ സമ്മതിക്കില്ല, ഭയങ്കര വെയിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലേട്ട് ഇങ്ങനെ ഈ സൂര്യൻ ഇങ്ങനെ ഡയറക്റ്റ് അടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ സൺഗ്ലാസ് വെച്ചുകൊണ്ട് നടക്കണം. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇത് ഇച്ചൻ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു മലയാളി കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ കൂടുതൽ സാധനങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടുത്തെ തന്നെ ലിഡിൽ എന്ന് പറഞ്ഞുള്ള സൂപ്പർ മാർക്കറ്റിൽ. അവിടെ ആണെങ്കിൽ കുറച്ച് ലാഭം ഉണ്ടാവും. നമുക്ക് സാധാരണക്കാർക്ക് അതൊക്കെ ആയിരിക്കും പറ്റത്തുള്ളൂ. ലിഡിലേക്ക് പോവാണ്, അതുവഴിയാണ് പോകുന്നത്.
സൂര്യൻ കാരണം ചില സമയത്ത് എൻ്റെ കണ്ണൊക്കെ അടിച്ചു. അപ്പം ഇതാണ് ലിഡിൽ. ലിഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്നാണ് പോകുന്നത്, കാരണം ഞങ്ങൾക്ക് കാറില്ല. എല്ലാം സെറ്റാവും, ഒരു ദിവസം കാറൊക്കെ വാങ്ങിക്കാം. ഇത് കണ്ടോ പൂക്കൾ. എൻ്റെ പൂവ് ഇങ്ങനെ പൂക്കൾ വാങ്ങിച്ചിട്ട്, ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വീട്ടിലൊരു വേസ് ഉണ്ട്, ഫ്ലവർ വേസ് ഉണ്ട്. അപ്പോൾ അതിൽ വെക്കും. ഇതിൻ്റെ അകത്ത് ഫുഡിൻ്റെ ഫ്ലവർ ഫുഡുണ്ട്. അപ്പോൾ ഫ്ലവർ ഫുഡ് ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഫ്ലവർ ഫുഡ് ഇട്ട് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 3 വീക്സ് ഡാമേജ് ഇല്ലാതെ നിൽക്കും. അതാണ് ഈ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ ഫ്ലവർ ഇപ്പോൾ കുറച്ച് പോയി, ഒരു 3 വീക്സ് ഓർ 4 വീക്സ് ഒക്കെ ആയി. അപ്പോൾ പോയി, അതുകൊണ്ട് എനിക്ക് പുതിയത് വാങ്ങിക്കണം. അതിനുവേണ്ടി ഞാൻ തപ്പുന്നതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 3 പൗണ്ടൊക്കെയാണ്, 329 ഒക്കെയാണ്. അതായത് 329 അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണ് നമ്മുടെ നാട്ടിലെ പൈസ, 329 രൂപ. കിച്ചൺ ഷോപ്പിങ്ങിനായിട്ട് ബാസ്ക്കറ്റൊക്കെ എടുത്ത് നടക്കുകയാണ്. ഷോപ്പിങ്ങിന് ഇച്ചനുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും അറിയണ്ട, കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ പാസഞ്ചർ ക്വീൻ എന്ന് പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഷോപ്പിങ്ങിൽ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കും. എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിക്കും, അതൊക്കെ എന്താണെന്നൊക്കെ വെച്ച് പറയും. കിച്ചണെല്ലാം എടുത്തിടും, ഞാനിങ്ങനെ പുറകെ തലപടി നടക്കും. ഇത് മാമ്പഴം ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല മാമ്പഴമാണ്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, അത് നോക്കി ഈ പ്രാവശ്യം വാങ്ങിച്ചതാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ അത്രയ്ക്കും സെറ്റായില്ല, എന്നാലും വാങ്ങിച്ചു. 2 മാമ്പഴം വാങ്ങിച്ചത്. എൻ്റെ ഫ്ലവർ കണ്ടു, നല്ല രസമില്ലേ. ഈ മാമ്പഴത്തിൻ്റെ റേറ്റ് 129 ആണ്, അതായത് ഒരു 129 രൂപയൊക്കെ. ഇച്ചിരി നല്ലത് നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങിക്കുന്നതാണ്. ഞാനാണെങ്കിൽ ആദ്യം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇച്ചിനിങ്ങനെ ഏതാണ് നല്ലത് ഞെക്കി നോക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. ഇതുവരെയായിട്ട് അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾ 2 മാമ്പഴം എടുത്തു. ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഇപ്പുറത്തെ സെക്ഷനിലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഈ മുന്തിരിയും സ്ട്രോബെറിയും അതൊക്കെ ഈ സെക്ഷനിലായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മുന്തിരി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് മുന്തിരിയാണ്. ഇത് സീഡ്ലെസ് ഗ്രേപ്സ് ആണ്. അത് നല്ല ടേസ്റ്റാണ്, വലിയ പുളിയൊന്നുമില്ല, കുറച്ച് മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ മുന്തിരി നല്ലതാണോ എന്ന് നോക്കാനായിട്ട് ഇതിൻ്റെ അടിവശം ഇങ്ങനെ നോക്കിയാൽ മതി എന്നാണ് ഇഷ്ടം പറഞ്ഞായിരുന്നത്. അപ്പോൾ ഇതിന് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് അതെടുത്തു. ഞാനാണെങ്കിൽ ഇത് ഫസ്റ്റ് ആണ് എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. അങ്ങനെ പച്ച മുന്തിരിയും കറുപ്പ് മുന്തിരിയും മിക്സ് ആയിട്ടുണ്ട്. അതിനേക്കാളും നല്ലത് കറുത്ത മുന്തിരി എടുക്കുന്നതാണ്. പിന്നെ അതേ മഷ്റൂം എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, എപ്പോൾ വന്നാലും ഇത് വാങ്ങിക്കും. ഈ മഷ്റൂമാണ് വാങ്ങിച്ചത്. ഇവിടെ ക്ലീൻ ചെയ്ത മഷ്റൂമും കിട്ടും, വേറെ ബേബി മഷ്റൂമും കിട്ടും. ഇതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ, ക്ലീൻ ചെയ്തതിനേക്കാളും സ്ലൈസ്ഡിനേക്കാളും. ഇതാണ് ഫിംഗർ ചില്ലി, നമ്മുടെ മുളക്. പിന്നെ ഗാർലിക്. $95p ആണ് കേട്ടോ. നമ്മുടെ ഫിംഗർ ചില്ലിയുടെ വില 69 പെൻസ് ആണത്. ഇപ്പോൾ നമുക്ക് വലിയ 69 രൂപ 95 രൂപ അങ്ങനെയൊക്കെ, ഒരു 100 രൂപ ആയിട്ടില്ല. ഇതിനൊന്നും വലിയ വിലയില്ല. ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ലാഭിക്കാം. ഇഞ്ചി പറക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ ഇരിക്കണ എന്തൊക്കെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ സാധനങ്ങൾ, എന്തോ മീറ്റിൻ്റെ എന്തൊക്കെയാണ്, പക്ഷെ ഞാൻ അതിലോട്ടൊന്നും നോക്കുന്നില്ല, കാരണം ഞാൻ എന്തായാലും ഇത് വാങ്ങിക്കാൻ പോകുന്നു. പിന്നെ ഇത് നമ്മുടെ മീറ്റിൻ്റെ സെക്ഷനാണ്, അതായത് എല്ലാം ഉണ്ട്, ബീഫും പോർക്കും ചിക്കനും ഒക്കെ. ഇവിടുത്തെ ബീഫ് ഞാൻ കഴിക്കുകയില്ല, ബീഫ് എൻ്റെ ഫേവറേറ്റ് ആണ്, പക്ഷെ ഇവിടുത്തെ ബീഫ് ഞാൻ കഴിക്കില്ല. എന്താണെന്നറിയില്ല, എന്തോ വേറൊരു ടേസ്റ്റ് എനിക്ക് തോന്നാറ്. ചിക്കൻ, ഇതിൽ ഈ ചിക്കൻ മീഡിയം ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ചിക്കൻ്റെ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചൻ ഇത് ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് എല്ലാം സെറ്റാക്കി തൊലിയൊക്കെ കളഞ്ഞ്
നുറുക്കിയൊക്കെ വെക്കുന്നത് കൊണ്ട് അങ്ങനെ കഴിച്ചു പോവാം. അല്ലാതെ എനിക്കതറിയത്തില്ല, പഠിക്കണം. ഇത് ഫിഷിൻ്റെ സെക്ഷനാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ സെഷനായിട്ട് തിരിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ യോഗട്ട് പിന്നെ മസ്റ്റായിട്ട് ആഴ്ചയിലൊരിക്കൽ യോഗട്ട് വാങ്ങിക്കും. കാരണം ഒരു കറി ഇല്ലാതിരിക്കുമ്പോൾ ഈ മോര് കാച്ചിയതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഉടായ്പ പരിപാടിയാണ്. ഒന്നില്ലെങ്കിൽ മോര് കാച്ചിയത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സലാസ് പോലെ ആക്കുകയാണെങ്കിൽ ഈസിയാണ്, ഇച്ചിരി ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഒരു കറിയില്ല, പെട്ടെന്ന് എനിക്ക് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് യോഗട്ട്. പിന്നെ ഇത് പാസ്തയുടെയൊക്കെ സെക്ഷനാണ് കേട്ടോ. പിന്നെ സോസസ് ആണ് ഇരിക്കുന്നത്, കുറേ സോസസ് ഉണ്ട്. നടന്ന് പോവുകയാണ്, ഞാനിങ്ങനെ പുറകെ നടക്കുന്നു വെറുതെ. തക്കാളി വേണമെന്ന് പറഞ്ഞു തക്കാളി വാങ്ങിക്കുകയാണ്. കാരണം തക്കാളിയും എനിക്ക് എപ്പോഴും ഭയങ്കര ചിലവുള്ളൊരു സാധനമാണ് തക്കാളി. അത് നല്ലത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, അപ്പോൾ അതെടുത്തു. റേറ്റൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ ശരിക്കും ഒരുമാതിരി ബ്ലൈൻഡായിട്ടാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് ഒന്നും തലയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ തലച്ചോറ് കൂടുതൽ വർക്ക് ചെയ്യില്ല ഇച്ചൻ്റെ കൂടെ നടക്കുമ്പോൾ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കണ്ടു, ഇതാണ് നമ്മുടെ റെഡ് ഒനിയനാണ്. ഇതിന് ഭയങ്കര നീറ്റലാണ്, പക്ഷെ നാട്ടിലെ നമ്മുടെ ഓനിയൻ്റെ ടേസ്റ്റാണ്. പക്ഷെ വൈറ്റ് സവോള അത്രയ്ക്ക് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെഡാണ് വാങ്ങിക്കുന്നത്. റെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലാണ്, കണ്ണൊക്കെ നീറിത്തവിട് കൂടിയാവും. ഇത് എൻ്റെ ബേക്കഡ് ബീൻസ്. ഇത് വാങ്ങിച്ച് ഞാൻ ബ്രെഡിൻ്റെ കൂടെ അടിക്കാറുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെറുതെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണോ എന്തോ. ഇതിങ്ങനെ കുറേ നൂഡിൽസും അതും ഇതൊക്കെ കണ്ടോ. കോക്ക് കണ്ടോ, കോക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. ഇവിടെ കോക്കിനൊക്കെ എന്നെ ചിലവായിരിക്കും എന്നറിയോ. പക്ഷെ എന്തോ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തോ വാങ്ങിക്കണോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇത് കേക്ക്സും ബിസ്ക്കറ്റ്സിൻ്റെ ഒക്കെ സെഷനാണ് കേട്ടോ. ഈ സാധനം ഇതിൻ്റെ ശരിക്കും പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കത് വാങ്ങിക്കുന്ന ഇഷ്ടം. പക്ഷേ വീട്ടിൽ എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് വാങ്ങിക്കുന്നില്ല. കാരണം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റാണ്. നാട്ടിലെ നമ്മുടെ ബ്രെഡില്ലേ അതിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ ബാക്കി ബ്രെഡിനൊന്നും എനിക്ക് നാട്ടിലെ ടേസ്റ്റ് തോന്നിയിട്ടില്ല. സോറി, അത് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നു. മാർഷ്മെല്ലോ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കേക്ക്സിൻ്റെ ഒക്കെ മേളിൽ ഇടുന്ന ഡെക്കറേഷൻ ഇടുന്ന സാധനങ്ങൾ. പിന്നെ ഷുഗർ, മുട്ട നമ്മുടെ മസ്റ്റ് സാധനമാണ്. മുട്ടയ്ക്കൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. ഈ 2.69 അല്ല നമ്മൾ വാങ്ങിക്കുന്നത്, കുഞ്ഞിതാണ്. 12 എഗ്സ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. 12 എഗ്സിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. 125 സംതിങ് അങ്ങാണ്ടോന്ന് തോന്നുന്നു. അല്ല, 235 ആണ്. അതായത് 2 പൗണ്ട് 35 പെൻസ്. അത് ഭയങ്കര പൈസയല്ല. കാരണം എന്തായാലും 2 ആഴ്ചത്തേട്ടൊക്കെ എഗ്ഗ് ഇരിക്കും. എഗ്ഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണത്. അതിൻ്റെ ഒരു പിന്നിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. അത് യോർക്ക്ഷയർ ടീ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും, ഇവിടെ UK ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ് ഈ ടീക്ക്. എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ടീക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 2 ടീ ബാഗ് ഇടുകയാണെങ്കിൽ തന്നെ നല്ല കടുപ്പത്തിൽ നമുക്ക് ടീ കിട്ടും. ഇവിടെ വന്നതിൽ എനിക്ക് യോർക്ക്ഷയർ ഞാൻ നാട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഞങ്ങൾ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാറുണ്ട്. കഴിച്ചവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ടീ ബാഗാണത്. പിന്നെ ഇത് കുറച്ച് ഓഫറൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓഫറിൽ കിടപ്പുണ്ട്. പക്ഷെ അതിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന കുറേ സാധനങ്ങൾ, അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിക്കത്തില്ല. പക്ഷെ എന്നാലും വല്ലതും ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കയറി നോക്കും. ഇതാണ് കേട്ടോ ഓറഞ്ച് ജ്യൂസ്. എൻ്റെ പൊന്നോ ഭയങ്കര പുളിയാണ്, ഒരു രക്ഷയില്ല. ആ പുളി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ല. കാര്യം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് കഴിക്കണം എന്നാണ് പറയുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ പേര്? പിക്കിൾ. മുളക് ഉപ്പിലിട്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അത് കണ്ടിട്ട് എനിക്കത് വായിന്നൊക്കെ വെള്ളം വന്നായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ വാങ്ങിച്ചില്ല. വെറുതെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചില്ല. അങ്ങനെ കടല ഉപ്പിലിട്ടത്, മുളക് ഉപ്പിലിട്ടത്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറേ സ്നാക്സ് ഐറ്റംസ്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറേ സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന, എല്ലാവരും ഹെൽത്തി ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ
കമ്പാരിറ്റീവ്ലി നമ്മളെക്കാൾ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാണുമ്പോൾ തോന്നുകയാണോ എന്നറിയില്ല കേട്ടോ. എന്നാലും കണ്ടോ, ക്രാക്കേഴ്സ് ആൻഡ് ക്രിസ്പ്സ്, പിന്നെ കിച്ചൺ റോള്, അതെല്ലാം ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ ഇരിക്കുന്ന സെക്ഷനാണിത്. ചോക്ലേറ്റ്സ് 65p ഒക്കെ ഉള്ളൂ. പക്ഷേ ഡയറി മിൽക്കൊക്കെ കണ്ടോ, കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്യാണ്, കാരണം ഷുഗർ ഞാൻ അധികം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് ഞാനത് കഴിക്കും. അപ്പം പിന്നെ നിർത്തുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ കോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വെറൈറ്റി കോക്കല്ലേ, റെഡ് ആൻഡ് യെല്ലോ. ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെറൈറ്റി കോക്ക്. പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ് കേട്ടോ, ഐസ്ക്രീംസ് മാത്രമുള്ള സെക്ഷൻ. ഈ സാധനം ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. എൻ്റെ പേരെനിക്കറിയില്ല. അപ്പം ഐസ്ക്രീം നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഈ കാണുന്നതാണ്. നമ്മുടെ ചോക്കോബാർ പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഞാനിപ്പോൾ കടയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഐസ്ക്രീം കഴിക്കില്ല, എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇച്ചൻ പറഞ്ഞു എന്തായാലും നീ കഴിക്കത്തില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വാങ്ങിക്കുന്നത്, എനിക്കിഷ്ടമുള്ള വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇച്ചൻ വേറൊരു കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ആയിരുന്നു അത് വാങ്ങിച്ചാൽ ഞാൻ എന്തായാലും കഴിക്കും എന്ന് ഇച്ചനറിയാം, അതുകൊണ്ട് അത് വാങ്ങിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ കഴിക്കാതിരിക്കാനല്ല കേട്ടോ, ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ്. ഞാൻ ഐസ്ക്രീം ഒന്നും കഴിക്കുന്നില്ല. ഡയറ്റിങ്ങിൻ്റെ ഭാഗമല്ല, ഷുഗർ കട്ട് ചെയ്യാന്നുള്ളൊരു ഭാഗമാണ്. ഡയറ്റിങ് ഞാൻ ചെയ്താലും പ്രത്യേകിച്ച് ഭയങ്കര സംഭവമൊന്നും ആവത്തില്ല, എന്നാലും ഷുഗർ ഞാനൊന്ന് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആണ്. അതുകൊണ്ട് എനിക്കിഷ്ടമല്ലാത്ത ഐസ്ക്രീം തന്നെ നോക്കിയെടുത്തു. അങ്ങനെ പല പല തരത്തിലുള്ള ഐസ്ക്രീംസ് ഉണ്ട്. ഡെസ്പെറാഡോസ് ഒരു ബിയറാണ്. ഇങ്ങനെ പിന്നെ നമ്മുടെ ഹെൽത്തി സ്റ്റേഷനറി ഐറ്റംസ്, സ്പ്രേ, പെർഫ്യൂംസ്, അതെല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങളാണിത്. പിന്നെ നമ്മുടെ സൺസ്ക്രീനും ഷാമ്പൂ കണ്ടോ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഷാമ്പൂ, അതും പിന്നെ ബോഡി വാഷും. പേസ്റ്റ് ഞങ്ങൾ 2 പേർക്ക് 2 പേസ്റ്റ് വാങ്ങിക്കും. എനിക്ക് കോൾഗേറ്റും ഇച്ചന് സെൻസോഡൈനും. എനിക്ക് കോൾഗേറ്റ് തേച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുപ്പം മുതലേ കോൾഗേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഭയങ്കര ഇഷ്ടം. അതിന് കുറച്ച് എരിവും പുളിയും എന്തൊക്കെയോ എല്ലാത്തിനും ഉണ്ട്. സെൻസോഡൈന് നല്ല പേസ്റ്റാണ്, അല്ലെന്നല്ല. ഇച്ചനെ എപ്പോഴും ഇതാണ് വാങ്ങിക്കുന്നത്, സെൻസോഡൈൻ. അതാണ് പല്ലിന് നല്ലതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കോൾഗേറ്റ് ഇല്ലാണ്ട് പറ്റില്ല. ചിലപ്പോൾ നമ്മളെ കോൾഗേറ്റ് അഡിക്റ്റ് ആക്കിയേക്കാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ എന്തായാലും കോൾഗേറ്റ് ആണ് വാങ്ങിക്കുന്നത്. വിലക്കുറവുണ്ട്, അത് വേറെ കാര്യം. 69p എങ്ങാണ്ടുമാണ് കോൾഗേറ്റിനെങ്കിൽ സെൻസോഡൈന് 3 pounds എങ്ങാണ്ടും ആവും. അതായത് 300 പൗണ്ടും 300 രൂപയും 65 രൂപയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം പിന്നെ ഞാനാണല്ലോ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങളൊക്കെ ഞാനാണ് വാങ്ങിക്കുന്നത്, പാവം ഞാൻ. ക്യാൻഡിൽസ്, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ക്യാൻഡിൽ ഇങ്ങനെ കണ്ടാലും അത് വെറുതെ ആവശ്യമില്ലാണ്ട് വാങ്ങിച്ചു കൂട്ടുമായിരുന്നു പണ്ട്. ഇപ്പം പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ പൈസ ചിലവാക്കാതിരിക്കുന്നത് കൊണ്ട്, പൈസ ഇല്ലാതെ വേറെ ദാരിദ്ര്യം പറയാമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഞാൻ ക്യാൻഡിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാണ്ടിരിക്കുന്നത് ആദ്യമാണ്. കാരണം ക്യാൻഡിൽ എപ്പോൾ കണ്ടാലും ഞാനിങ്ങനെ ക്യാൻഡിലിൽ നോക്കും. പിന്നെ ക്യാൻഡിൽ ഇങ്ങനെ സ്മെല്ലുള്ള ക്യാൻഡിലാണ്, പല പല സ്മെൽ ഉള്ള ക്യാൻഡിലാണ്. അപ്പോൾ രസം. അതായത് നമ്മുടെ തുണികൾക്ക് മണം പോകാനായിട്ടുള്ള ഇത്. ഇവിടെ നമ്മൾ വിൻ്റർ സമയത്തും നമ്മൾ കൂടുതൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പുറത്ത് തുണിയിട്ട് ഉണക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ തുണിയുടെ മണം മാറാനായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ, നമ്മുടെ നാട്ടിലുണ്ട് കംഫർട്ട്, പക്ഷെ ഇവിടെ കൂടുതൽ അത് യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ പുറത്തിട്ട് തുണി ഉണക്കുന്ന ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങളത് എപ്പോഴും വാങ്ങിക്കാറുണ്ട്, കംഫർട്ടിൻ്റെ എന്തെങ്കിലും നല്ലൊരു മണമുള്ള എന്തെങ്കിലും. ലാവൻഡറിൻ്റെയൊക്കെ സ്മെല്ലുള്ളത് ഭയങ്കര നല്ലതാണ്. ഇച്ചന് കുറച്ച് ആവേശം കൂടി ഇച്ചന് എവിടേക്കോ ഓടുകയാണ്. അപ്പോഴാണ് മനസ്സിലായി ഇച്ചന് ഓടുന്ന സ്ഥലം എന്താണ്, സോഫ്റ്റ് ഡ്രിങ്ക്സും ബിയറും പിന്നെ ഹോട്ട് ഡ്രിങ്ക്സും ഒക്കെ ഇരിക്കുന്ന, ഹോട്ട് ഡ്രിങ്ക്സ് അല്ല, ഹോട്ട് വിസ്കി, അതൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ്. ആ സെഷനിലോട്ടാണ് എൻ്റെ ചെറുക്കൻ പറന്നു പോകുന്നത്. ആഹാ, ഇച്ചൻ്റെ ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണണം. കണ്ടോ, മുഖത്തെ ആ ഒരു തെളിച്ചം കണ്ടോ, കുപ്പി കണ്ടതിൻ്റെ ഒരു തെളിച്ചാണ്. ഇച്ചനാണെങ്കിൽ ബിയർ കുറച്ച് കൂടി കൂടുതലായതുകൊണ്ട് അത് നിർത്തിയിട്ട് ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കുറച്ചൊരു പെഗ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി ഞങ്ങൾ
ഞാനിന്ന് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇച്ചൻ തന്നെ ചെയ്തതാട്ടോ. അതായത് ഞാൻ കൂടുതൽ പറഞ്ഞ് ചെയ്യാറില്ല. ഇത് ബഡ്വൈസർ ആയിരുന്നു ബ്രാൻഡ്. ബഡ്വൈസർ ആണ് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നത് ബിയർ. അപ്പോൾ ഇച്ചൻ തന്നെ എടുത്ത തീരുമാനമാണ് ഇപ്പം ഇനി ബിയർ കഴിക്കുന്നില്ല, ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ എന്തെങ്കിലും വിസ്കിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞാൻ എത്ര പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായില്ല, സ്വയം തീരുമാനം എടുത്തതാണ്. എന്നിട്ട് ഏതോ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങനെ അതെടുത്തു. സെൽഫ് ചെക്കൗട്ട് ചെയ്യായിരുന്നു നമുക്ക്, പക്ഷെ അതിനുള്ള സമയം കഴിഞ്ഞു. ഞങ്ങൾ സമയം എത്തിയപ്പോൾ തന്നെ ഒരു 8:30-9 മണി റേഞ്ചിൽ എത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കൗണ്ടറിൽ തന്നെ ചെക്കൗട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചില എല്ലാ സാധനവും ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്ലവർ അവിടെ ഇരിക്കുന്നുണ്ട്. പാവ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുക വെറുതെ. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അങ്ങനെ കഴിഞ്ഞു. അയ്യോ, മാങ്ങ താഴെ പോയി. മാങ്ങ ഞാൻ എടുത്തു. ബാക്കി മലയാളി കടയിൽ നിന്ന് എടുത്ത സാധനങ്ങൾ നമ്മൾ വേറെയാക്കി. കണ്ടോ, ഞങ്ങൾ മലയാളികൾ, UK-യിലുള്ള മലയാളികൾ, സാധാരണക്കാർ മലയാളികളുടെ പ്രത്യേകതയാണ്. നമ്മൾ ലിഡിലിയിൽ നിന്നും എവിടെയൊക്കെ പോയാലും നമ്മൾ പൈസ കൊടുത്ത് കവറ് വാങ്ങിക്കണ ഒരു പരിപാടി നമുക്കില്ല. നമ്മൾ ഇങ്ങനെ കവറ് വാങ്ങിക്കുന്നത് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ കവർ ഇങ്ങനെ ബാഗിൽ ഇട്ടുകൊണ്ട് വരും. കണ്ടോ, ഒറ്റ പൈസയ്ക്ക് പോലും കവർ വാങ്ങിക്കാൻ പോലും നമ്മൾ പൈസ നഷ്ടപ്പെടുത്തരുത്. എന്തിനാണ് ഈ കവർ നമ്മൾ റീയൂസ് ചെയ്യാനുള്ളതല്ലേ. അതാണ് സാധാരണക്കാരുടെ പ്രത്യേകതയാണത്. വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ 3 കവറുണ്ട്. ഒരു കുഞ്ഞു കവർ എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ. കണ്ടോ, ആ കവറ് എൻ്റെ കയ്യിലാണ്. കുഞ്ഞു കവറാണ്, അതിൻ്റെ അകത്ത് കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. വെയിറ്റ് ഉള്ള കവറൊക്കെ എച്ചം പിടിച്ചേക്കുവാണ്. കണ്ടോ, ആ കവർ കണ്ടോ, മുട്ടക്കറ്, നല്ല രസമുണ്ടല്ലേ. ഇന്നത്തെ ഈ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നിങ്ങൾ ലൈക്കും തരണം പ്ലീസ്. എല്ലാവരും ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ഫ്രം അമിത ആൻഡ് ജോമി.